നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയെ വാനോളം പ്രശംസിക്കുകയാണ് പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി. ആഗോള എണ്ണ പ്രതിസന്ധിയിലും ഇന്ത്യ കുലുങ്ങിയിട്ടില്ല എന്നും അവരുടെ മികച്ച നയമാണ് എന്നുമാണ് പാകിസ്ഥാൻ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ധന പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം എടുത്തുകാട്ടി പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് ഇറാൻ യുദ്ധത്തെ തുടർന്ന് എണ്ണവില ബാരലിന് $126 വേളയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. തന്ത്രപ്രധാനമായ എണ്ണ ശേഖരവും ഗണ്യമായ വിദേശ നാണ്യ ശേഖരവും കാരണം ഇന്ത്യ തന്റെ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന സ്ഥിരതയുള്ളതാണെന്ന് മാലിക് വിശദീകരിച്ചു. ഫോർമൂസ് കടലിടുക്കിന്റെ ഉപരോധം എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാക്കിയതിന്റെ ആഘാതം ലഘൂകരിക്കാൻ ഈ കരുതൽ ശേഖരം സഹായിച്ചു. പാകിസ്ഥാന്റെ നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നാണയനിധി ഏർപ്പെടുത്തിയ കർശനമായ ബെയിൽഔട്ട് വ്യവസ്ഥകളെയും മാലിക് കുറ്റപ്പെടുത്തി. ആഗോള എണ്ണ പ്രതിസന്ധിയുടെ ഏറ്റവും മോശമായ ഫലങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഇന്ത്യ തങ്ങളുടെ വലിയ വിദേശ നാണ്യ ശേഖരം ഉപയോഗിച്ചു. പല രാജ്യങ്ങളിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി. തന്ത്രപരമായ പെട്രോളിയം ശേഖരവും ഇന്ധന നികുതി നടപടികളും ഉപയോഗിച്ചു. പാകിസ്ഥാന് തന്ത്രപരമായ എണ്ണ ശേഖരം ഇല്ലെന്നും വാണിജ്യ ശേഖരം മാത്രമേയുള്ളെന്നും പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് അവകാശപ്പെട്ടു. 5 മുതൽ 7 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണ തങ്ങളുടെ പക്കലുണ്ട്. എണ്ണ വിപണന കമ്പനികളുടെ കൈവശമുള്ള ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ 20-21 ദിവസം മാത്രമേ നിലനിൽക്കൂ. ഒരു ഒപ്പ് മാത്രം ഉപയോഗിച്ച് പുറത്തിറക്കാൻ കഴിയുന്ന 60-70 ദിവസത്തെ കരുതൽ ശേഖരമുള്ള ഇന്ത്യയെ പോലെയല്ല നമ്മളെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് ഒരു പ്രാദേശിക വാർത്താ ചാനലിനോട് സംസാരിക്കവെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇന്ത്യക്ക് $600 ബില്യൺ കരുതൽ ശേഖരം മാത്രമല്ല, അവർ തന്ത്രപരമായ കരുതൽ ശേഖരം നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് ഈ പ്രതിസന്ധിയെ നേരിടാൻ അവരെ സഹായിച്ചു. മാത്രമല്ല, അവർ IMF പരിപാടിയുടെ ഭാഗമല്ല. എണ്ണവില വർധനവിനിടെ നികുതികൾ കുറച്ചുകൊണ്ട് പ്രതിസന്ധിയിൽ നിന്നും സ്വയം രക്ഷിക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെ ചെയ്യാൻ അവർക്ക് മതിയായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ആഗോള എണ്ണ പ്രതിസന്ധിയെ BJPക്കെതിരായി തിരിക്കാൻ ഒരു കൂട്ടർ കരുതി ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രശംസ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്യാസും അതുപോലെ തന്നെ ആഗോള എണ്ണ പ്രതിസന്ധിയും ഒക്കെ സ്വാഭാവികമാണ്. എന്നാൽ അതിനെയെല്ലാം BJPയുടെ പ്രശ്നമാക്കി ചിത്രീകരിക്കാൻ, ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റാൻ ചില ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലപ്രദമായി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഗോള പ്രതിസന്ധി ഉണ്ടായിട്ടും എണ്ണ വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ കാണിച്ച മികവിനെ എടുത്തു പറയുകയായിരുന്നു പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നാലും ഇന്ത്യയിലുള്ള ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ BJPയെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കി ചിത്രീകരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട.